ഹലോ ഡിയേഴ്സ്, ഇന്നൊരു കല്യാണ വ്ളോഗാണ് കേട്ടോ. ഇന്ന് എൻ്റെ ഫ്രണ്ടിൻ്റെ ചേച്ചിയുടെ കല്യാണമാണ്. ഞാനത് കൂടാൻ വേണ്ടിയിട്ട് മാത്രമാണ് നാട്ടിലേക്ക് എത്തിയത്. ഇവനുമായിട്ടാണ് വന്നത്, വേറെ ആരും വന്നില്ല, ഞങ്ങൾ രണ്ടും മാത്രമുള്ളായിരുന്നു. പിന്നെ രാവിലത്തെ മുഹൂർത്തമായിരുന്നു, 8:20 കഴിഞ്ഞിട്ട്. അതുകൊണ്ട് അധികം ആളുകളൊന്നും ഞങ്ങൾ ചെന്ന സമയത്ത് അവിടെ ഇല്ലായിരുന്നു. അപ്പോൾ പിന്നെ അമ്പലത്തിൽ വെച്ചായിരുന്നു കല്യാണം, അടുത്ത് തന്നെയുള്ള. അപ്പോൾ ഞങ്ങൾ അവിടെയൊക്കെ ചുറ്റിക്കറങ്ങി കണ്ട് വെള്ളമൊക്കെ കുടിച്ച് വന്നപ്പോഴത്തേക്ക് ചെറുക്കൻ്റെ വീട്ടുകാരെത്തി. അവർ കോഴിക്കോടുള്ളവരാണ്, അതുകൊണ്ട് അവർ തലേന്നേ ഇവിടെ അടുത്തുള്ളൊരു ഹോട്ടലിൽ റൂമൊക്കെ എടുത്ത് സ്റ്റേ ആയിരുന്നു കേട്ടോ. കാരണം രാവിലത്തെ മുഹൂർത്തത്തിന് ഇവിടെ കറക്റ്റ് ഓൺ ടൈമിൽ എത്തണമല്ലോ. ഞങ്ങൾ രണ്ടും നേരെ ഫ്രണ്ടിൽ തന്നെയുള്ള സീറ്റിലിരുന്ന്, കാരണം ഞങ്ങൾക്ക് ലൈവായിട്ട് കല്യാണം കാണാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ ഇരുന്ന വശം ചെറുതായിട്ടൊന്ന് മാറിപ്പോയി. പിന്നെ എല്ലാം അറിയുന്ന ആളുകളായതുകൊണ്ട് ഞങ്ങളൊരു അഡ്ജസ്റ്റ്മെൻ്റ് കല്യാണമൊക്കെ കണ്ടു കേട്ടോ. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെ ഇരിക്കുന്ന ഈ പൂക്കളൊക്കെ പ്ലാസ്റ്റിക് ആണെന്നാണ് ഞാൻ വിചാരിച്ചത്. അതുകൊണ്ട് ഞാനത് പറിക്കാനൊന്നും പോയില്ല. പക്ഷെ പിള്ളേരെ സെറ്റ് പറിക്കുന്നുണ്ടപ്പോഴാണ് അത് ഒറിജിനലാണെന്ന് ഞാൻ മനസ്സിലാക്കിയത്. അപ്പോൾ പിന്നെ ഇവനോട് പറഞ്ഞപ്പോൾ ഇവൻ എനിക്ക് പൂ പറിച്ചുകൊണ്ട് തന്നു. ഇങ്ങനെ അവിടെ നിന്ന് കിട്ടിയതാണ് കേട്ടോ. അവരുടെ ബന്ധു ആരോ ആണ്, എനിക്കറിയില്ല കൃത്യമായിട്ട്. പക്ഷെ നല്ലൊരു മോളായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് മെയിൻ കർത്തവ്യമായ സദ്യ കഴിക്കാൻ വേണ്ടിയിട്ട് പോയി. സാധാരണ ആദ്യത്തെ പന്തിയിലിരിക്കുന്ന ഞങ്ങൾ പ്രാവശ്യം 3ാമത്തെ പന്തി കഴിഞ്ഞപ്പോഴാണ് തോന്നിയിരുന്നത്. പിന്നെ പരിപാടിയുടെയൊക്കെ കലാശക്കൊട്ട് കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഇവന് കണ്ണിൽ ലെൻസ് വെക്കണമെന്നുള്ള ആഗ്രഹം വന്നത്. കരയാതിരിക്കാൻ അവനവൻ്റെ 18 അടവ് ഇറക്കിയിട്ടുണ്ടായിരുന്നു. മാക്സിമം ഒഴിഞ്ഞു മാറിയും ചിരിച്ചും കളിച്ചും ഒക്കെ അവൻ നടക്കാൻ നോക്കി. പക്ഷെ ഞങ്ങൾ വിടുവോ, അവൻ അത്രയും കാര്യമായിട്ട് വെല്ലുവിളിച്ച സ്ഥിതിക്ക് നമ്മൾ കരയിപ്പിക്കണമല്ലോ. അതുകൊണ്ട് ഞങ്ങളുടെ മാക്സിമം ഞങ്ങൾ ട്രൈ ചെയ്തു കേട്ടോ. അവൻ്റെ പിന്നാലെ നടന്ന് ഓരോന്ന് പറഞ്ഞ് ആ ചേച്ചി പോകുന്നത് വരെ ഞങ്ങൾ അവനെ കുത്തി കുത്തി പറഞ്ഞുകൊണ്ടിരുന്നു. പലരും പല വിഷമിക്കുന്ന പാട്ടുകൾ പാടി ഡയലോഗുകളൊക്കെ അടിച്ച് ലാസ്റ്റ് അവൻ്റെ കയ്യിൽ നിന്ന് പോയി. ആ ഒരു രംഗത്തിന് വേണ്ടിയിട്ടായിരുന്നു ഞാൻ അത്രയും നേരം വെയിറ്റ് ചെയ്തത്. അവരെന്നിട്ട് എൻ്റെ വീഡിയോയിൽ കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് ഒഴിഞ്ഞു മാറിയൊക്കെ നിന്ന് കണ്ണ് തുടയ്ക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ഞാൻ സൂം ചെയ്തെടുക്കും. കാര്യം അവനങ്ങനെ വെല്ലുവിളിച്ചതിൻ്റെ ഒരു വാശിക്ക് ചെയ്തതാണെങ്കിൽ അവൻ കരയുന്നുണ്ടപ്പോൾ ശരിക്കും വിഷമമായി കേട്ടോ. അവന് ശരിക്കും സങ്കടം ഉണ്ടായിരുന്നു. അവൻ കരയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് തോന്നുന്നു ലെൻസൊക്കെ കണ്ണിൽ വെച്ചത്. അവൻ നല്ലപോലെ കരഞ്ഞു, അവന് നല്ല വിഷമമായിരുന്നു. പിന്നെ അവനെ കരയിപ്പിക്കാൻ പ്ലാനിട്ട് ഞങ്ങൾ തന്നെ മാക്സിമം എഫേർട്ട് ഇട്ട് അവനെ ഒന്ന് ചില്ലാക്കാൻ കഷ്ടപ്പെടുമായിരുന്നു. പിന്നെ അവൻ്റെ വിഷമം മാറ്റാനും എൻ്റെ ക്ഷീണം മാറ്റാനായിട്ട് നല്ലൊരു സർബത്ത് കട നോക്കി നടക്കുമായിരുന്നു. അവിടെ അടുത്തൊക്കെ കടയുണ്ടായിട്ട് വേറെ എവിടെയോ അടിപൊളി കടയുണ്ടെന്നും പറഞ്ഞ് അവൻ ഞങ്ങളെ കൂട്ടിക്കൊണ്ട് പോവുകയാണ് കേട്ടോ. പിന്നെ പറഞ്ഞതിൽ കുറച്ച് കാര്യമൊക്കെ ഉണ്ടായിരുന്നു. നല്ല അടിപൊളി സോഡ സർബത്തായിരുന്നു കേട്ടോ. പിന്നെ അതൊക്കെ കുടിച്ചിട്ട് കുറേ വർത്തമാനം പറഞ്ഞു. കാര്യം ഞങ്ങൾ കണ്ടിട്ട് കുറേ നാളായെങ്കിലും ഞങ്ങളുടെ ആ പഴയ ഒരു വൈബ് ഞങ്ങൾക്ക് ഇപ്പോഴും പോയിട്ടില്ല. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ബൈ ഡിയേഴ്സ്.